പലതരം പാൽക്കൊഞ്ച് റെസിപ്പീസ് കണ്ടിട്ടുണ്ടാവും അല്ലേ? പല പല തരം. പക്ഷേ നല്ല സ്പൈസി ആയിട്ട് എന്നാൽ അത്യാവശ്യം നല്ല ക്രീമി ആയിട്ടുള്ള ഒരു പാൽക്കൊഞ്ച് റെസിപ്പി നോക്കിയാലോ? ഞാൻ ഒരു ട്രിവാൻഡ്രം സ്റ്റൈൽ പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ട്രിവാൻഡ്രം സ്റ്റൈൽ പാൽക്കൊഞ്ച് എന്ന് പറയാം. സോ ഇത് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ ഞാൻ ഒരു 10-20 കൊഞ്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അടിപൊളി സാധനമായിരുന്നു. എന്തൊരു മണമായിരുന്നു. സ്പൈസി ആണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം സ്പൈസിയാണ്. റെഡ് ചില്ലിയുടെ സ്പൈസിനെസ് അല്ല, നല്ല ഗ്രീൻ ചില്ലിയും പെപ്പറിൻ്റെയും സ്പൈസിനെസ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നേ. ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പോലും എനിക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു കൊതി വരുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ നല്ല നെയ്ച്ചോറിൻ്റെ കൂടെ കേട്ടോ കഴിക്കുന്നത്. നെയ്ച്ചോറിൻ്റെ റെസിപ്പിയും ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു നെയ്ച്ചോറ്. ആദ്യമേ ഒരു 20 കൊഞ്ച് എടുത്തിട്ടുണ്ട്. ഇടത്തരം വലിപ്പമുള്ള 20 കൊഞ്ച്. ഉപ്പ്, കുരുമുളക്, മഞ്ഞൾ കുറേശ്ശെ ഇട്ടിട്ട് അതിനെ നന്നായിട്ടൊന്ന് തിരുമ്മി മാറ്റി വയ്ക്കുക. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ മാറ്റി വെച്ചേരെ. ആ മാറ്റി വയ്ക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് നല്ല വെള്ളം ഇറങ്ങും കേട്ടോ. അതൊന്നും കളയണ്ട. പിന്നെ ഇതിനകത്ത് പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത് ഒരു സവോള, ആവശ്യത്തിന് പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളി, മല്ലിയില കുനുകുനാന്നരിഞ്ഞത്, 2 പാൽ, 1 പാൽ ഫ്രഷ് ക്രീം. പിന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിനകത്ത് കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഈ നമ്മുടെ കൊഞ്ചുണ്ടല്ലോ, ഈ കൊഞ്ചിനെ അതിനകത്തൊന്ന് മുരിയിപ്പിച്ചെടുക്കുക. ഞാനത് നമ്മൾ മസാലയൊക്കെ പുരട്ടി മാറ്റി വെച്ചപ്പം കൊഞ്ചിൽ നിന്ന് തന്നെ വന്ന വെള്ളമാണ് കേട്ടോ. ഞാനത് കളഞ്ഞിട്ടില്ല. അതും കൂടെ അതിനകത്ത് ഒഴിച്ച് വറ്റിച്ച് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല രീതിയിലൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമ്മൾ ആ പാനിൽ നിന്ന് അത് അങ്ങ് മാറ്റുക. ആ കൊഞ്ചിനെ എല്ലാം എടുത്ത് മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ കുറച്ചുകൂടെ ബട്ടർ ഇട്ടതിന് ശേഷം നമുക്ക് തക്കാളിയും മല്ലിയിലയും ഒഴികെയുള്ള എല്ലാ സാധനവും അതിനകത്തോട്ട് ഇടുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമ്മുടെ സവോള അരിഞ്ഞത്, പിന്നെ കറിവേപ്പില എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് സോട്ട് ചെയ്യുക. ഒരുപാടങ്ങ് വഴണ്ട് പോകുമൊന്നും വേണ്ട. ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയാൽ മതി കേട്ടോ. അങ്ങനെ ഒന്ന് ആ ഒരു പരുവത്തിൽ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊഞ്ചിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ബട്ടർ എടുക്കുമ്പോൾ അൺസോൾട്ടഡ് ആണെങ്കിൽ ഉപ്പ് കുറച്ച് കുഴപ്പമില്ല. സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ അതും കൂടെ നോക്കിയിട്ട് വേണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിടുക. ഇതിനകത്ത് പൊടികളായിട്ട് നമ്മൾ വേറെ ഒരുപാട് മസാലകളൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി അത്രേ ചേർക്കുന്നുള്ളൂ. മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും 1.5 സ്പൂൺ വീതം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുരുമുളക് വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത് അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. മഞ്ഞൾപ്പൊടിയും കുരുമുളകും നമ്മൾ ലാസ്റ്റ് ഒരു 1/2 സ്പൂണും കൂടി ഇട്ടു കേട്ടോ. ആ ഒരു ലാസ്റ്റ് പാലെല്ലാം ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ചുകൂടെ ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുക. ഒരുപാട് വഴട്ടണ്ട, കുറച്ചൊന്ന് നന്നായിട്ട് വഴട്ടിയെടുക്കുക. വേണ്ടേ, കൊറിയാൻഡർ ഇട്ടിട്ടുണ്ട്, കുരുമുളക് ഇട്ടിട്ടുണ്ട്, കുറച്ച് ലേശം മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നു. അത് ആ ഒരു പൗഡറിൻ്റെയും ആ ഒരു ഇതൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി ഇടാം കേട്ടോ. തക്കാളിയും കൊഞ്ചും ഒരുമിച്ചിടാം കേട്ടോ. അത് തക്കാളിയും കൊഞ്ചും ഇട്ടതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ, ആ തക്കാളി ജസ്റ്റ് ഒന്ന് ചൂടായാൽ, ഉടനെയൊന്നും പോവണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് 2 പാൽ ഒഴിച്ച് തിളപ്പിക്കാം കേട്ടോ. 2 പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തക്കാളി ഈ സാധാരണ വേണാട് പാൽക്കൊഞ്ച് അല്ലെങ്കിൽ ഷെഫിള്ളയുടെ കൊഞ്ച് റെസിപ്പിയിലൊന്നും തക്കാളിയൊന്നും ആഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ ഇതൊരു പ്രത്യേക ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് ഒരുപാട് സാധനങ്ങളൊന്നും നമ്മൾ വേറെ ചേർത്തിട്ടില്ല. പക്ഷേ അവരുടെ പ്രിപ്പറേഷൻ സ്റ്റൈൽ ഇതുപോലല്ല. ഓക്കെ, അപ്പോൾ അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് നല്ല സ്പൈസിയാണ്. ഞാനിവിടെ ഒരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല നീളത്തിന് കീറി അങ്ങോട്ട് ഇട്ടു. നല്ല എരിവ്, ട്രിവാൻഡ്രം സൈഡിലും കൊല്ലം സൈഡിലൊക്കെ ഇത്തിരി എരിവ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ 2 പാൽ ഒഴിച്ച് നല്ല തിളച്ച് വന്നപ്പോഴത്തേക്ക് ഫ്രഷ് ക്രീമാണേ, കുറച്ച് ഫ്രഷ് ക്രീം അങ്ങോട്ട് സ്ക്വീസ് ചെയ്തിട്ടിട്ടുണ്ട്.
അത് ഒന്ന് കലക്കി യോജിപ്പിച്ച് എല്ലാം സെറ്റായി വന്ന് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ദാ ഇവിടെ 1-ാം പാലും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. 1-ാം പാലും കൂടെ ഒഴിച്ചതിന് ശേഷം ദാണ്ടെ 1-ാം പാലും കൂടെ ഒഴിച്ച് ഒരുപാട് തിളയ്ക്കാൻ നിൽക്കണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് കുനുകുനാന്നരിഞ്ഞ ഒരു പിടി മല്ലിയില അങ്ങോട്ട് ഇട്ടോളൂ. അതിനൊരു പിശുക്കും വിചാരിക്കേണ്ട, അടിപൊളിയായിട്ട് ഇട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ മല്ലിയില അധികം ഇഷ്ടമില്ലാത്തവർ അത് അവോയ്ഡ് ചെയ്തോളൂ. ഇച്ചിരി എങ്ങാണം ഇട്ടാലും മതി, അല്ലെങ്കിൽ കുറച്ച് ഫ്രഷ് കറിവേപ്പില ആ സമയത്ത് ഇട്ടാലും മതി കേട്ടോ. നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ പാൽക്കുഞ്ച് റെസിപ്പി, നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ പാൽക്കുഞ്ച് റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ഗീ റൈസിൻ്റെ കൂടെയാണ് കേട്ടോ കോമ്പിനേഷൻ ചെയ്ത് നോക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇടിയപ്പം, പൊറോട്ട, നാനിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്നല്ല, ആണ്. ഈ നെയ്ച്ചോറ് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അടിപൊളിയാണേ. പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തേക്കാം. അടിപൊളി സാധനമാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഉറപ്പ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക്. താങ്ക്